ആയിരം അഴകുള്ള ആയിരം കണ്ണിപ്പൂരം ഈ വരുന്ന 2025 മാർച്ച് 6-ാം തീയതി ആയിരം കണ്ണിപ്പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരും അവരെ നേർച്ചയായി സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ ആണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പെട്ടെന്ന് തന്നെ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ആ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഏങ്ങണ്ടിയൂർ ശ്രീ ആയിരം കണ്ണി ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവം ഈ വരുന്ന 2025 മാർച്ച് 6-ാം തീയതി വ്യാഴാഴ്ച നടക്കും. ആയിരം കണ്ണി ക്ഷേത്രത്തിനമ്പുമായി പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആയിരം കണ്ണി പൂരത്തിന്റെ വരവറിയിക്കും. ഓം നമ ശിവായ മഹാജി ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ അവരുടെ പൊൻതിടമ്പിന് അവകാശിയായി എത്തും. ശ്രീനാരായണ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കൊല്ലത്തിന്റെ പത്തടിക്കാരൻ ചിറക്കരയുടെ തമ്പുരാൻ ചിറക്കര ശ്രീറാം അവരുടെ ഗജവീരനായി എത്തും. നവതാര ഉത്സവ കമ്മിറ്റി തൃത്തല്ലൂർ ഈസ്റ്റ് യുവരാജൻ ചൈത്രമച്ചു അവരോടൊപ്പം കടന്നുവരും. തൃത്തല്ലൂർ വെസ്റ്റ് ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആനക്കേരളത്തിന്റെ യുവരാജാവ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അവരുടെ പൊൻതിടമ്പിന് അവകാശിയായി എത്തും. ദേവീനഗർ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കാളിപ്രിയൻ ഊട്ടോളി അനന്തനാണ് അവരുടെ ഈ വർഷത്തെ തിരുമുൽ കാഴ്ചയായി എത്തുന്നത്. പുരാതന ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും തിരുവാണിക്കാവിലമ്മയുടെ മാനസപുത്രൻ തിരുവാണിക്കാവ് രാജഗോപാൽ അവരുടെ ഗജവീരനായി എത്തും. കളരിക്കോട് ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പാമ്പാടി സുന്ദരനാണ് അവരുടെ ഗജവീരൻ എന്ന് അറിയിക്കുന്നു. ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സ്വർണ്ണമുഖ സൂര്യൻ കുട്ടൻകുളങ്ങര അർജുനനാണ് ഈ വർഷത്തെ അവരുടെ ഗജവീരനായി എത്തുന്നതെന്ന് അറിയിക്കുന്നു. മണപ്പാട് ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചെറുപ്പുളശ്ശേരിയുടെ വല്യാന ചെറുപ്പുളശ്ശേരി രാജശേഖരൻ അവരുടെ ഗജവീരനായി എത്തും. ആയിരം കണ്ണി കിഴക്ക് ഭാഗം ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥനാണ് അവരുടെ ഈ വർഷത്തെ ഗജവീരൻ എന്ന് അറിയിക്കുന്നു. ഏത്തായി സെന്റർ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ അവരോടൊപ്പം കടന്നുവരും. ഏഴാംകല്ല് വടക്കുമുറി ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വടക്കുറുമ്പൻകാവ് ദുർഗാദാസൻ അവരുടെ ഗജവീരനായി എത്തും എന്നറിയിക്കുന്നു. ഇല്ലത്ത് കാവ് ഉത്സവ കമ്മിറ്റി പണ്ട് ആയിരം കണ്ണിയിൽ നമ്മുടെ യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭനെ രംഗത്തെത്തിച്ച അതേ കമ്മിറ്റി ഈ വർഷവും കൊല്ലത്തിന്റെ യുവരാജാവിനെ തന്നെ കൊണ്ടുവരുന്നു. ആക്കാവിള വിഷ്ണുനാരായണൻ അവരുടെ ഗജവീരനായി അവരോടൊപ്പം ഈ വർഷം കടന്നുവരും. ഓം ശക്തി ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പുത്തൻ താരോദയം നൂലാടുമ്മൽ ഗണപതിയാണ് അവരുടെ ഗജവീരൻ എന്ന് അറിയിക്കുന്നു. പുളിയഞ്ചോട് പടിഞ്ഞാറേ ഭാഗം പുത്തൻ താരോദയം പുത്തൻ താരരാജാവ് മച്ചാട് ജയറാം അവരോടൊപ്പം കടന്നുവരും. വീരസവർക്കർ ഉത്സവ കമ്മിറ്റി ഇക്കുറിയും മാറ്റമില്ലാതെ തുടരുന്നു. ഒറ്റ നിലവിന്റെ ഒറ്റക്കൊമ്പൻ വയ്ക്കട ഇതിനുമേലെ എന്ന് പറഞ്ഞുകൊണ്ട് ഗജരാജൻ ഊക്കൻസ് കുഞ്ചു അവരോടൊപ്പം കടന്നുവരും. തൃത്തല്ലൂർ സെന്റർ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജൻ തോട്ടേക്കാട് വിനായകൻ അവരോടൊപ്പം കടന്നുവരുമെന്ന് അറിയിക്കുന്നു. പുളിയഞ്ചോട് സെന്റർ ഉത്സവ കമ്മിറ്റി ഇക്കൊല്ലവും കരുവന്തലമ്മയുടെ മാനസപുത്രനെ കൈവിട്ടിട്ടില്ല. കരുവന്തല ഗണപതി അവരോടൊപ്പം വീണ്ടും കടന്നുവരും. നാഗരാജാവ് ആശാൻ റോഡ് ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചൊപ്പീസ് കുട്ടിശങ്കരൻ അവരോടൊപ്പം കടന്നുവരുമെന്ന് അറിയിക്കുന്നു. മിനി സ്റ്റേഡിയം ഉത്സവ കമ്മിറ്റി ഗജരാജൻ മനിശ്ശേരി രാജേന്ദ്രൻ അവരോടൊപ്പം എത്തുന്ന ഗജവീരൻ. ഗോൾഡൻ മൈതാനം ഉത്സവ കമ്മിറ്റി യുവരാജൻ വയലൂർ പരമേശ്വർ അടിപൊളി ഗജവീരനാണ് കേട്ടോ. ഇവിടെ ശക്തികുളങ്ങര വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചന്ത സെന്റർ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും തെച്ചിക്കോട്ടുകാവിലമ്മയുടെ ഇളയപുത്രൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ അവരോടൊപ്പം എത്തുമെന്ന് അറിയിക്കുന്നു. അമ്പിളി സെന്റർ ഉത്സവ കമ്മിറ്റി ഗജരാജൻ കൊളക്കാടൻ ഗണപതി അവരോടൊപ്പം എത്തും. TCS ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗുരുപവനപുരിയുടെ മറ്റൊരു വജ്രായുധം ഗുരുവായൂർ നന്ദൻ അവരോടൊപ്പം എത്തുമെന്ന് അറിയിക്കുന്നു. രോഹിണി ഉത്സവ കമ്മിറ്റിയോടൊപ്പം ബാസ്റ്റിൻ വിനയസുന്ദറാണ് എത്തുന്നത്. പള്ളിക്കടവ് ഉത്സവ കമ്മിറ്റിയോടൊപ്പം നാണൂരുത്തച്ഛൻ ശങ്കരനാരായണൻ അവരുടെ ഗജവീരനായി എത്തും. ആയിരം കണ്ണി പടിഞ്ഞാറേ നട ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വഴിവടി കാശിനാഥൻ അവരുടെ ഗജവീരനായി എത്തുമെന്നറിയിക്കുന്നു. പഴയ പോസ്റ്റ് ഓഫീസ് ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എടത്തുനാട്ടുകര കൈലാസനാഥൻ അവരുടെ ഗജവീരനായി എത്തും. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, വീരസവർക്കർ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജവീരനായിരുന്ന ഊക്കൻസ് കുഞ്ചു ചില സാങ്കേതിക കാരണങ്ങളാൽ ആനയെ ക്യാൻസൽ ചെയ്തതായി അറിയിക്കുന്നു. പുത്തൻ താരോദയം യുവരാജൻ ഊട്ടോളി രാമനാണ് ഈ വർഷം വീരസവർക്കർ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും
അവരുടെ പൊൻതുലമ്പിന് അവകാശിയായി എത്തുന്നതെന്ന് ഇപ്പോൾ അറിയിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്താമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോയിൽ നിന്നും വിടവാങ്ങുന്നു. ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി.